കേരളത്തിലെ ആളുകൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, കൃഷിയോട് താല്പര്യമില്ലാത്തവരും കൂലിപ്പണിക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവരുമാണ്. കാരണം കേരളത്തിൽ വിദ്യാഭ്യാസമുള്ള എല്ലാ ചെറുപ്പക്കാരും അങ്ങനത്തെ ജോലികളൊന്നും ഇനി ചെയ്യില്ല. പണ്ടത്തെ പോലെ കൂലിപ്പണിക്ക് ആളുകൾ കിട്ടുന്നില്ല, അത് കുറഞ്ഞു വരികയാണ്. ഏക്കർ കണക്കിനിരിക്കുന്ന നെൽപ്പാടങ്ങൾ, കൃഷിയിടങ്ങൾ, ഇവിടെ ഒന്നും അധ്വാനിക്കാൻ ആളില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കമ്പനികളിൽ ജോലി ചെയ്യാൻ ആളില്ല, അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ ആളില്ല, എല്ലാ തരത്തിലുള്ള ലേബർ വർക്കുകൾക്കും ആളില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? അന്യസംസ്ഥാന തൊഴിലാളികളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പിന്നെ കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വന്ന് ഈ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും കഞ്ഞി കുടിക്കുന്നത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പെരുമ്പാവൂരിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു സ്വർഗമായി മാറിക്കഴിഞ്ഞു. ബംഗാളികളുടെ മാർക്കറ്റ്, അവരുടെ ക്വാർട്ടേഴ്സ്, അവരുടെ ജീവിത രീതികൾ, അവരുടെ സാമൂഹിക ഘടന, അവരുടെ മാനറിസം, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഭക്ഷണ രീതികൾ ഒക്കെയും പെരുമ്പാവൂരിനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വാധീനിക്കുകയാണ്. അവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെരുമ്പാവൂരൊരു അടി ഉണ്ടാക്കാൻ കഴിയും. അവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെരുമ്പാവൂരിനെ നിശ്ചലമാക്കാൻ കഴിയും. അവരൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മലയാളികളെ എടുത്ത് മലർത്തി അടിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്നപ്പോൾ വന്നിട്ടുള്ള അവസ്ഥ. പിന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് ഒരുപാട് ഒഴുകി വന്നതുകൊണ്ടാണ് മയക്കുമരുന്നുകൾ ഒരുപാട് കേരളത്തിലേക്ക് വരുന്നത്. കാരണം ഈ വരുന്ന ആളുകൾ അധികം പേരും പാൻപരാഗും പാൻ മസാലയൊക്കെ തീവ്രമായിട്ട് കഴിക്കുന്നവരാണ്. അതിൽ ക്രിമിനലുകളുണ്ട്, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരുണ്ട്, പീഡിപ്പിക്കുന്നവരുണ്ട്, ബലാത്സംഗം ചെയ്യുന്നവരുണ്ട്, തട്ടിപ്പുകാരുണ്ട്, വെട്ടിപ്പുകാരുണ്ട്, തീവ്രവാദ സ്വഭാവമുള്ളവരുണ്ട്. എല്ലാ തരത്തിലുള്ള ക്രിമിനലുകളും അവരുടെ ഇടയിലുണ്ട്. കേരളത്തിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുടെ ഇത്രയും ശതമാനം അന്യസംസ്ഥാന തൊഴിലാളികളാൽ ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളാണ്. പഠനങ്ങൾ അങ്ങനെയാണ് തെളിയിക്കുന്നത്. നമ്മൾ പെരുമ്പാവൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലെ ബംഗാളികൾ അവിടെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.